കസബ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് സംഘടിപ്പിച്ച കുടുംബസംഗമം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 1000-ലധികം ആളുകൾ സംഗമത്തിൽ സംബന്ധിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന കസബിലെ പ്രവാസികൾ എല്ലാവരും കുടുംബസമേതം തന്നെയാണ് സംഗമത്തിൽ പങ്കെടുക്കാനായി കാസർഗോട്ടെത്തിയത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമായി നൂറുകണക്കിന് കസബ് പ്രവാസികൾ നാട്ടിലെത്തി എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇവരടക്കമുള്ള ആയിരങ്ങളുടെ സാന്നിധ്യത്തോടെ കാസർകോട്ടെ ഫ്ലോറ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം എല്ലാ അർത്ഥത്തിലും പ്രൗഢഗംഭീരമായി. മണ്ഡലം MLA NA നെല്ലിക്കുന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ ഗൾഫ് നാടുകളിലെ മറ്റ് പ്രദേശങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത കസബ് പ്രദേശത്തിനുള്ളത്, കസബ് പ്രദേശത്ത് താമസിക്കുന്ന ഒരു മലയാളിയോട് ആ കസബ് പ്രദേശത്ത് എത്ര മലയാളി കുടുംബങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ വ്യക്തമായി ഉത്തരം പറയാൻ സാധിക്കും. ആ മലയാളി കുടുംബങ്ങൾ കേരളത്തിലെ ഏത് ജില്ലക്കാരാണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ആ മലയാളികൾ ഏത് തരത്തിലുള്ള കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഉത്തരം കിട്ടും. ഇതാണ് കസബിന്റെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ മുഹമ്മദ് അബ്ദുൽ ഖാദിർ അധ്യക്ഷനായി. കസബിലെ പ്രവാസ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ മലയാളികളെ പരിപാടിയിൽ ആദരിച്ചു. ഹുസൈൻ മൗലവി, വിക്രമൻ, ബുഷ്ര ബൈത്താൻ, ബച്ചു റഹ്മാൻ, താജു അബ്ദുറഹ്മാൻ, കസബിലെ ഒമാനി പൗരൻ ഉമർ ബത്രാൻ, സലീം, ഇക്ബാൽ, സീദി, സബാദു മൗലവി എന്നിവർ ആശംസകൾ നേർന്നു. കൺവീനർ ഫാസിൽ മൂസ സ്വാഗതം പറഞ്ഞു. ഒമാനിലെ മുസന്തം ഗവർണറേറ്റിന്റെ തലസ്ഥാനമായ കസബ് എന്ന ചെറുഗ്രാമത്തിൽ മലയാളിയുടെ പ്രവാസ ചരിത്രം ആരംഭിച്ചത് 1973-ലാണ്. അന്ന് തുടങ്ങിയ പ്രവാസ ജീവിതത്തിന്റെ 50 വർഷത്തിലേറെയായ സൗഹൃദങ്ങളും ഓർമ്മകളും ഒരുമിച്ച് പങ്കുവെക്കാനുള്ള വേദി കൂടിയായി കുടുംബസംഗമം മാറി. സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കസബ് പ്രവാസി കൂട്ടായ്മ അംഗങ്ങളുടെ മാത്രമല്ല മറ്റ് പ്രവാസികളുടെ ആവശ്യങ്ങളിൽ എന്നും ഒപ്പം നിൽക്കുന്ന ഒരു ശക്തമായ കൈത്താനാണ്. അതിന് അടിവരയിട്ടുകൊണ്ടാണ് കാസർകോട്ടെ ഈ സ്നേഹസംഗമം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.